ഹലോ മച്ചാനെ, പേരെന്താ? ബോബോയ്. മച്ചാനെ, ഈ പയ്യൻ ആത്മഹത്യ ചെയ്തു മച്ചാനെ. ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഇല്ല, അസുഖം വന്ന് മരിക്കാൻ കിടക്കുന്നവരെ തന്നെ പിന്നെ പ്രാർത്ഥിക്കായിരുന്നു. ഇവനൊക്കെ അർഹിക്കുന്ന ഈ മരണം. അല്ലല്ലേ, ഇവരൊരു അസുഖം ഉണ്ടായിരുന്നു, ഞരമ്പ് രോഗം. ഇപ്പൊ മാറിയതാണ്, മരിച്ചുപോയി. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെയൊക്കെ? എന്റെ പേര് തയാസിൻ ബിൻ ഹൈത്തം അൽ മിങ്കു ഡബ്ല്യു. എത്ര പേരുടെ പേര്? എല്ലാവരുടെ പേര് ഒന്നിച്ച് പറഞ്ഞാണോ? റോയൽ ഫാമിലിയാണ്, അപ്പൊ എന്റെ പേര് അങ്ങനെയാണ്. ഗ്യാങ് ആണോ? ഗ്യാങ് ആണോ നിങ്ങള്? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ നമ്മൾ ഒരു ഇതായിട്ട് വെക്കുന്നതാണ്. അല്ല, ഇപ്പൊ ശരിക്കും ഗ്യാങ് ആണോന്ന് സിറ്റിയില്? ഏതാ? ഓ, സിഎം. നിങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തനായിരുന്നു. എന്നതാ ഇപ്പൊ കുറച്ചു മുന്നേ ഇടിച്ചിട്ടിട്ട് പോയെ. പാവായിരുന്നു പയ്യൻ. ടൈസണോ? നിങ്ങളുടെ ഇവിടെ വന്ന് ഇത്ര തങ്കപ്പെട്ട മനുഷ്യരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വളരെ സന്തോഷം. ടൈസണാ, അവന് നല്ലൊരു പയ്യനായിരുന്നു. പണ്ടൊക്കെ ഒരു സിഎം ഉണ്ടായിരുന്നു. പണ്ടത്തെ ആൾക്കാർ മാറ്റൊന്നുമില്ല. അല്ലല്ല, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നേ. പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് നിങ്ങൾ ഈ ടൈസണെ പോലെ നല്ല സ്വഭാവമായിരുന്നെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കൂലായിരുന്നല്ലോ. ഇല്ല, നമ്മളങ്ങനെ മേടിച്ചിട്ടല്ലോ, അറിയുന്നില്ലല്ലോ. ഓർമ്മയില്ലേ? ഡോക്ടറെ കാണിക്കണേടാ. ബ്രോയ്ക്കിന്റെ ഓർമ്മ എന്തെങ്കിലും പ്രശ്നമായി പോയതാണോ? എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളോണ്ടല്ലേ പറഞ്ഞേ. എനിക്ക് കുറച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാസ് മെസ്സ് അടിക്കാനല്ലേടാ അറിയൂ. എന്റെ അടുത്ത് 2 വട്ടം ഒറ്റയ്ക്ക് നിന്നപ്പോ ഒന്ന് മെസ്സ് അടിച്ചല്ലേ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ? ആളുള്ളപ്പോ ഒന്നും നിങ്ങളെ കണ്ടിട്ടില്ല, അതാണ് ചോദിച്ചേ. മനസ്സ് വെച്ചോണ്ടിരിക്കലൊന്നുമില്ല, അത് തരണ്ട എല്ലാം തന്നിട്ടുണ്ടല്ലോടാ. എന്താ പറയുക, കഴിഞ്ഞ കാര്യല്ലേ. കൂൾ മൈൻഡ് എടുക്കണ്ട. ഈ ബ്രഡ്ജ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? പൂജ്യല്ലേടാ. അതൊക്കെ അവിടെ കേട്ടെ. ബ്രോയ്ക്ക് പെണ്ണുണ്ട് സിറ്റിക്കകത്ത്. നമ്മളിവിടെ ഒരു മാട്രിമോണി നടത്തുന്നുണ്ടായിരുന്നേ. വേണ്ട വേണ്ട, നിന്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ആദ്യം പിടിച്ചുകൂടെ, എന്നിട്ട് എന്റെ അടുത്തോട്ട്. ഓ, പറ. നിക്കുന്നു കണ്ണാമണിയന്മാര്. എന്ത് പറയാനാന്ന് പറ. നിങ്ങള് സിഎം എന്ന് പേര് മാറ്റി മാട്രിമോണിന്നാക്കാൻ പോവാണോടാ? ഇല്ല, നിങ്ങള് പേര് മാറ്റുന്നുണ്ടോ? ഇല്ല, നമ്മള് പറഞ്ഞില്ല. നീയല്ലേ പറഞ്ഞേ നീ എന്താ മാട്രിമോണി നടത്താൻ പോവാന്ന്? അത് ബിസിനസ് അല്ലേ ബ്രോ? അല്ല, ഇതിലും ഭേദം അതായിരിക്കും. ബിസിനസ് നോക്കിയെടുത്ത് ഇല്ലില്ല. നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബ്രോ? ബ്രോയ്ക്കല്ലേ ഇപ്പൊ ബിസിനസ്. ഈ സിറ്റിയിലെ ആമ്പിള്ളേർ, സിറ്റിയിലുള്ളവർക്ക് പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ബ്രോയ്ക്കല്ലേ. അപ്പൊ ബ്രോ ചെയ്യണം. നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ പോലെ മുട്ടിയിരിക്കുന്നില്ല പെണ്ണിലേക്ക് ജീവിക്കാണ്ടിരിക്കാനേ. നീ ഇപ്പൊ നിന്റെ ഗ്യാങ്ങിലുള്ളവർക്ക് മേടിച്ചു കൂടാ. ആദ്യം ഗ്യാങ്ങിലുള്ളവർക്കായിരിക്കും ചിലപ്പോ മുട്ടി നിൽക്കണേ. എന്റെ ഗ്യാങ്ങിലുള്ളവർക്കായിരിക്കും മുട്ടി നിൽക്കണേ. അവർക്ക് ആദ്യം പെണ്ണിനൊക്കെ സെറ്റ് ചെയ്ത് കുറഞ്ഞ എന്നിട്ട് മതി എന്റെ അടുത്തോട്ട് വന്നാ മതി. നീ നിന്റെ അവിടെ ഉള്ളവന്മാർക്ക് ആദ്യം പെണ്ണിനെയൊക്കെ ഉണ്ടാക്കിക്കോടെ, എന്നിട്ട് എന്റെ അടുത്തോട്ട് ഉണ്ടാക്കാൻ വാ. മിണ്ടായിരിക്കല്ലോ കൂടി. അടുത്തങ്ങ് എത്തിച്ചിട്ടോ, ബോഡി വണ്ടിക്കല്ലേ അടുത്ത് എത്തിച്ചിട്ടോ. ഇതൊക്കെ നിന്റെ മറ്റേ മൊണ്ണെടുത്ത് പറഞ്ഞാൽ മതി കേട്ടാ. മര്യാദ സംസാരിക്കുമ്പോ മര്യാദ സംസാരിക്കണം. എന്റെ പട്ടിക്കോണൊക്കെ എടുക്കുന്നു ഇപ്പം. പിന്നെ പണ്ടത്തെ കോണെന്ന് പറയാൻ നിൽക്കല്ലേ നീ. പറയാനേ കുറെ ഉണ്ട്, മനസ്സിലായ? അറിയില്ലാട്ടൊന്നല്ല. എന്താണ് ഈ അവനൊന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങോട്ട് സംസാരിക്കുമ്പോ അങ്ങോട്ട് സംസാരിക്കുന്ന രീതി സംസാരിക്കണം. അല്ലാണ്ട് ചുമ്മാ 2 പേരുള്ളതിന്റെ അഹങ്കാരം കാണിക്കാൻ പറ്റരുത്. ഇവര് 2-3 വട്ടമായി എന്നെ തന്നെ ഈ CM-ലുള്ളവന്മാർ അടിച്ചു കൊല്ലുന്നു. ആൾക്കാരുള്ളപ്പോൾ ഇവന്മാർ വരൂല. ആൾക്കാരില്ലാണ്ട് വരുമ്പോൾ ഞാൻ മാത്രം സിറ്റി കയറുമ്പോൾ CM വന്ന് തന്നെ അടിച്ചു കൊന്ന് കത്തിച്ചിട്ട് പോകും. എന്റെ ലൈവ് കാണുന്നവർക്കറിയാം. 2 വട്ടം എന്താണ് ഈ CM ഇങ്ങനെ തന്നെ കാണിച്ചിട്ട് പോണേ. ആളുള്ളപ്പോൾ എന്നിട്ട് അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു പോക്ക് പോകും. ഇതെന്ത് മൈരേർപ്പാടാണ്? സിറ്റുവേഷൻ എടുക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാണ്ട് ഒരാളെ ആളില്ലാത്തപ്പോൾ വന്ന് കൊന്നം കത്തിച്ചിട്ട് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകണം. എന്ത് ഊമ്പിത്തരാ. അതിലും വേദം അവന്മാർ മറ്റേ മാട്രിമോണി തന്നെ നടത്തട്ടെ.
അവന്മാര് പറഞ്ഞല്ലോ ഏതോ ഒരുത്തൻ പെണ്ണിനെ കൊണച്ചു കൊടുക്കാന്ന്. ആ പരിപാടി തന്നെ നടത്തട്ടെ അവന്മാര്. ഹലോ ബ്രോ കെവി എന്ത് പറഞ്ഞു ബ്രോ? ഹലോ അച്ഛനെ എടാ ഇതിപ്പോ എന്താ നമ്മള് വണ്ടി ഇടിക്കുന്നെന്തോ കണ്ടെന്നാ. വണ്ടി ഇടിച്ചാണോ ബ്രോ? എടാ നിനക്ക് നീ എന്നെ പറയടാ, നീയൊക്കെ ഗ്യാങ് ആണോന്ന് ചോദിച്ചിട്ട് നീ എന്നെ പറ, എന്തേലും ചെയ്തിട്ടുണ്ടോന്ന് ഓർത്ത് പറടാ. സ്വന്തമായിട്ട് അമ്പിത്തരം വിട്ട് നീ ഇങ്ങോട്ടേക്ക് പറ. ബ്രോയ്ക്ക് ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞു. അപ്പൊ ബ്രോ എനിക്ക് ഓർമ്മയില്ല, അതാ നിന്നോട് അല്ല കെവിയെ പറഞ്ഞത് ലാസ്റ്റ് സിഎമ്മിന്റെ കൂടെ ഇവന്റെ ഹൊബോയിനെ കണ്ടത് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടാണ് അവന്റെ ഓർമ്മ കേവിയിലെ ആൾക്കാരുടെ പറ. നട്ടലുണ്ടോ നിനക്ക് പറയാൻ? ഒരു കാര്യം പറയട്ടെ എടാ, എന്നെ നിങ്ങളുടെയൊക്കെ കൂടെ കണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കണേ. നിനക്ക് ഉറപ്പുണ്ടോ നിനക്ക്? നിനക്ക് ഉറപ്പുണ്ടോ നിനക്ക്? എന്തിനാണ്ടാ നീ ഗ്യാങ്ങാന്ന് പറഞ്ഞ് നടക്കണേ? ഈ തല തുണിയിട്ട് നടക്കണ നീയൊക്കെ തല തുണിയിട്ടേക്കണ എന്തിനാ? അടിച്ച് നിന്നെ അടിച്ച് നിന്നേക്കടെ ഇവിടെ ബ്രോ നമുക്കത് നീയൊക്കെ ആ മുള്ളോപ്പിയുടെ സ്വഭാവം മാറ്റി ആണുങ്ങളെ പോലെ സംസാരിക്കടാ, അവനെ പോലെ കളിക്കാണ്ട്. നീയൊക്കെ തൊട്ട ആള് മാറിപ്പോയി. നീ തൊട്ട ആള് മാറിപ്പോയി, മനസ്സിലായടാ? എടാ മുള്ളോപ്പിയുടെ സ്വഭാവം കളിക്കാണ്ട് നീ ആണുങ്ങളെ പോലെ പറടാ. ഗ്യാങ്ങിലെ നട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ സത്യം പറടാ. ഇവർ സമ്മതിച്ചില്ലേ? അതിനുള്ള നട്ടില് പോലും ഇല്ലടാ. അതെങ്ങനെയാടാ സാവേജ് എല്ലാ ഗ്യാങ്ങിനെയും അടിയടിക്കല്ലേടാ? അത് പേടിയാണല്ലോടാ. അതിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. തീട്ടങ്ങളല്ലേ വീട് ലൂപ്പായിട്ട് നമുക്ക് അടിക്കാൻ താല്പര്യമാണ്. വെളിയിൽ വരാൻ പേടിയാണ് എനിക്ക്. നിന്റെ പിടിക്ക് ഇറക്കോ? നാണമില്ലല്ലോടാ. നീയൊക്കെ ഗ്യാങ് തന്നെയാണോടാ സി എം എ? നിന്നോട് ചോദിക്കുന്നില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ അവസാനം കേവിയിലുള്ളവന്മാര് എന്നെ നിന്റെ ഒപ്പൊക്കെ കണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നിന്നോടൊക്കെ വന്ന് ചോദിച്ചാണ് നീ ഒക്കെ എന്നെ വലിയ ചെയ്തോന്ന് ചോദിക്കുമ്പോ അത് പറയാനുള്ള നട്ടല് പോലും ഇല്ലേ? അവസാനം നിന്റെ കൂടെ ഒക്കെ കൂടെ ഞാൻ നിന്നെങ്കിൽ പറഞ്ഞില്ലേ? ചോദിച്ചു ബ്രോ ചോദിച്ചു. കാര്യം പറയട്ടെ ഇതെന്താ അണ്ടി ഗ്യാങ്ങാണിത്? ഇതെന്താ അണ്ടി ഗ്യാങ്ങാണല്ലേ ഇത്? ഇവന്മാര് എത്ര വട്ടായെന്ന് പറയടാ എന്നെ ഞാൻ ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വന്ന് അടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഇവന്മാര് ഇങ്ങനെ തന്നെ കാണിച്ച് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കും. ഇത് മൂന്നാമത്തെ വട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വന്ന് എന്നെ അടിച്ചു വന്ന് കത്തിച്ചിട്ട് അവന്മാരൊരു പോക്കുവാണ്. ഇത് എന്താ അണ്ടിയാണ്? ശിബു കണ്ടോ? ആ ശിബുനല്ല ബൊബേനെയും കൊണ്ട് 2 ഗ്യാങ് വണ്ടി ഇവിടെ പോണ്ടായിരുന്നു. എവിടേക്കെന്നല്ലല്ലോ ബ്രോ, നിങ്ങളാ ഡെഡ് ബോഡിയും കൊണ്ട് പോയത് നിങ്ങളല്ലേ? ദേവൻ പറഞ്ഞില്ലേ ബ്രോ? നട്ടലുണ്ടോടാ? ഇത് കമ്പിയാണോടാ വെച്ച് പിടിപ്പിച്ചേക്കണ? വളയില്ലാത്ത കമ്പിയാണോ പിടിപ്പിച്ചു? ബ്രോ ഇപ്പൊ പറഞ്ഞില്ലേ ബ്രോ, സിറ്റുവേഷൻ അറിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ ഡെഡ് ബോഡിയും കൊണ്ടുപോയത്? ടൈസൺ ആണ് ബോബോനെ കൊന്നത്. കണ്ടെന്ന് വരെ പറഞ്ഞു ബ്രോ. ഒന്ന് ഇറങ്ങണേ ബ്രോ ഒന്ന് വന്ന സിഎമ്മിന്റെ ബ്രോ ഒന്ന് വന്ന ബ്രോ. ശിബു എന്തിയടാ? ടൈസൺ ആയിട്ടുള്ള സിറ്റുവേഷൻ എടാ. ആദ്യം ഈ ടൈസൺ എന്നെ വണ്ടി ഇടിച്ചു കൊന്ന്, അത് കഴിഞ്ഞിട്ട് ഈ ടൈസൺ എന്നെ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്ന് പൊക്കിച്ച് തിരിച്ച് വീണ്ടും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇവന്മാരൊരു കൂട്ടം ആൾക്കാർ വന്ന് എന്നെ കൊന്നങ്ങ് കത്തിച്ച്. ആദ്യത്തെ സിറ്റുവേഷൻ ആയിരിക്കും ഇവന്മാര് പറയണ. ടൈസൺ കൊന്നത് ആദ്യം കൊന്നു,
അത് ഞാൻ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞങ്ങ് വിട്ട്. ഈ രണ്ടാമതാണ് ഇവന്മാരെല്ലാരും കൂടെ വന്ന് എന്നെ ഒന്നുകൂടെ കൊന്ന. 2 വട്ടം കൊന്നു CM എന്നെ ഇന്ന്. ഇവന്മാര് സമ്മതിക്കാൻ പോണില്ലല്ലോ, ഇതൊന്നും ചെയ്യാൻ പറ്റാൻ പോണില്ല. പറഞ്ഞത് ശിവു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നട്ടല് വേണ്ടാണ് ഇവന്മാർക്ക്. എന്തിനാണ് ഗ്യാങ് സമ്മതിക്കുന്നു. അതാണ് KV കണ്ടെന്ന് പറഞ്ഞ KV പറഞ്ഞത്. KVയുടെ അല്ല നമ്മള് പറയുന്നേ. എടാ KVയുടെ അല്ല. എന്നാ നിങ്ങൾ KVയുടെ ഇപ്പം ഷിബു പറഞ്ഞു കൊണ്ടില്ലേ? ഷിബു ഹലോ കേക്കാമോ മച്ചു? എടാ അതും വിട്. എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, പേടിയാണെന്നൊക്കെ പറഞ്ഞാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. പേടിയാണോ സമ്മതിച്ച വിടാം, എന്തിനാ പേടിക്കണമെന്ന് പറഞ്ഞ നീക്ക്? നമ്മുടെ അടുത്ത് എല്ലാരും പറഞ്ഞു ബ്രോ നിങ്ങളാണെന്ന്. പിന്നെ നമ്മള് അല്ലെങ്കിൽ നമ്മള് അവസാനം എന്നെ കണ്ടത് നിന്റെയൊക്കെ കൂടെയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ എന്നെ എന്നാ പിന്നെ നീയൊക്കെ പറ എന്നെ കൊന്നു കത്തിച്ചാരാ? നീയൊക്കെ കണ്ടു കാണൂല്ലോ. പാട്ട് സത്യം. അത് കഴിഞ്ഞിട്ട് ഇവന്മാര് എന്നെ ഒന്നുകൂടെ കൊണ്ടുപോയടാ. ആദ്യത്തെ വട്ടം ഇവന്മാര് എന്നെ കൊണ്ട് ഈ ആശുപത്രി കൊണ്ടുവന്ന് പൊക്കിച്ച്, അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാര് എന്നെ കൊന്ന് വീണ്ടും കത്തിച്ച്. ഷിബു ആ രണ്ടാമത്തെ സിറ്റുവേഷൻ ആരെങ്കിലും കണ്ടോന്നാണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ അവന്മാര് ഇനിയിപ്പോ അഡ്മിനെ വിളിച്ച് കരയൂടാ. അതിന്റെ പ്രീവാറായി നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പറയണ അവന്മാര് ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം പറ. എന്നെ എടാ ഇതിന് മുന്നേ വണ്ടി ഇടിച്ച് ഒരു വട്ടം ഇവന്മാര് കൊന്നടാ. പക്ഷെ ആ സിറ്റുവേഷൻ ഞാൻ വെറുതെ വേണ്ടാന്ന് വെച്ച് ആ സിറ്റുവേഷൻ വെച്ച് പിടിക്കാലോ. അത് KV കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അത് അത്ര ഇതല്ല, ഒരു അറിയാണ്ട് വണ്ടി ഇടിച്ചാന്നൊക്കെയാണ് അവന്മാര് പറഞ്ഞത്. അതാണ് ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കാണ്ടിരിക്കണേ.